സന്ദീപ് വാര്യർ, ഇവിടെ പി സി ജോർജിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ഇതാ ഇവിടെ കീഴ്ക്കോടതിയിൽ എത്തുമ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ല, ഇവിടെ ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ അത് വലിയ തിരിച്ചടിയാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഈ കോടതി നടപടിയെ എങ്ങനെ വിലയിരുത്തുന്നു? BJP നേരത്തെ ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണ്, യൂത്ത് ലീഗ് പറഞ്ഞത് ഇത് പി സി ജോർജിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ കോടതി മറിച്ചൊരു തീരുമാനം, റിമാൻഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ? അല്ല, ശ്രീ പി സി ജോർജിന്റെ ഭാഗത്ത് ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. അദ്ദേഹം നിരന്തരമായി വർഗീയ വിദ്വേഷ പ്രചരണം തുടർച്ചയായി നടത്തി വരികയാണ്. ഇത് ഒരു തവണയോ 2 തവണയോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നീതിന്യായ കോടതികൾ അതിനനുസരിച്ചുള്ള പരിഗണന ഒരു സീനിയർ രാഷ്ട്രീയ നേതാവിന് നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ നിരന്തരമായി പി സി ജോർജ് വർഗീയ വിദ്വേഷം അവമിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ കോടതികളുടെയും ശ്രദ്ധയിൽ വരുമല്ലോ. അങ്ങനെ രാജ്യത്തെ കോടതികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വരുന്നു. അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കേരളത്തിലെ ഹൈക്കോടതി തള്ളുന്നു. അതിനുശേഷം ഇപ്പോ സറണ്ടർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ബെയിലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ തള്ളി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നീതി നിർവഹണം കോടതികൾ ഉള്ളത് കൊണ്ട് മാത്രം നടപ്പാവുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഈ പി സി ജോർജ് പ്രസ്താവന നടത്തിയിട്ട് മാസങ്ങൾ എത്രയായി? അദ്ദേഹം ഈ പ്രസ്താവന നടത്തി 2 മാസത്തിലധികമായി അദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ നൽകിയിട്ടുള്ള പരാതികളുടെ മേലാണ് ഈ കേസെടുക്കേണ്ട അവസ്ഥയുണ്ടായത്. കേസെടുത്തതിനു ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു സാഹചര്യവും ഉണ്ടായില്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ പൊതുപരിപാടികളിൽ മാധ്യമങ്ങളിലൊക്കെ തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായില്ല. അതിനുശേഷം കോടതി ആന്റിസിപ്പേറ്ററി ആപ്ലിക്കേഷൻ തള്ളിയതിനു ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നത്. അപ്പോ നേരത്തെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ അന്ന് കാണിച്ചിട്ടുള്ള ഔത്സുക്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്? അന്ന് പി സി ജോർജ് BJPയുടെ നേതാവായിരുന്നില്ല, BJPയിൽ ചേർന്നിരുന്നില്ല. BJPയിൽ ചേർന്നതിന് ശേഷം പി സി ജോർജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പി സി ജോർജ് നടത്തിയിട്ടുള്ള ഈ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായതിന് പുറകിൽ അത് തീർച്ചയായിട്ടും BJPയെ പിണക്കാതിരിക്കാനുള്ള LDF സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണത് വ്യക്തമാണ്. സന്ദീപ്, PCയെ വെറുതെ വീണ്ടും ഒരു ഹീറോ ആക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അവിടെ ഒന്ന് ഒരു ഘോഷയാത്ര കണക്ക് ഇങ്ങോട്ടേക്ക് വന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വീകരണം. അപ്പോൾ ഇക്കുറി അങ്ങനെ വെറുതെ PCയെ വലിയ ആളാക്കണ്ട, PCക്ക് മുന്നിൽ മറ്റു വഴിയില്ല, കോടതിയിൽ വന്ന് കീഴടങ്ങി ജയിലിലേക്ക് പോകുന്നു, അത്രയും സിമ്പിൾ ആക്കിയതാണെങ്കിലോ കാര്യങ്ങൾ? സന്ദീപ്, അങ്ങനെയുണ്ടല്ലോ ഒരു വശം. ഇല്ല, അങ്ങനെ സാധിക്കില്ലല്ലോ. ഈ ഒരാളുടെ മാധ്യമ ശ്രദ്ധ എത്രത്തോളം ഉണ്ട്, അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് അയാൾ ഒരു പക്ഷത്തിന് എത്ര പിന്തുണ കിട്ടും എന്നതിനെ അടിസ്ഥാനമാക്കി രാജ്യത്തെ നീതി നിർവഹണത്തെ നമുക്ക് നടത്താൻ കഴിയും. ഒരു സർക്കാരിന് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു സർക്കാർ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. ഒരു തെറ്റ് സംഭവിച്ചു, ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തി അവിടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രതികരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലല്ലോ സർക്കാർ നീതി നടപ്പാക്കേണ്ടത്, അതല്ലെങ്കിൽ ഭരണകൂടം നീതി നടപ്പാക്കേണ്ടത്. അവിടെ നീതി നടപ്പാവുക, അത് കാലതാമസം കൂടാതെ കാലവിളംബമില്ലാതെ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു സർക്കാർ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ പി സി ജോർജ് ഹീറോ ആകണ്ട എന്ന് കരുതിയിട്ടാണ് അറസ്റ്റ് ചെയ്യാതെ വിട്ടതെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരല്ല നമ്മൾ. അവിടെ പി സി ജോർജിന് ഇത്തവണ കിട്ടിയിട്ടുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് പിണറായി വിജയനുമായി സംസാരിച്ച് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ഫലമായിട്ടാണ്. പി സി ജോർജിന് കിട്ടുന്ന സംരക്ഷണം, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന VIP ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് BJPയുടെ ഭാഗമായതുകൊണ്ട് കിട്ടുന്ന VIP ട്രീറ്റ്മെന്റ് ആണ്. BJPയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിണറായി വിജയന് പരിമിതികളുണ്ട്, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒട്ടും താല്പര്യമില്ല. ചോട്ടാ മുംബൈ എന്നൊരു സിനിമയില് വിനായകന്റെ കഥാപാത്രം കൊല്ലപ്പെടുന്ന ഒരു രംഗമുണ്ട്. അല്ല ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഷോൺ ജോർജ് ആണ് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട ആ ആരോപണത്തിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് നടത്തുന്നത് എന്ന് താങ്കൾ മറക്കരുത്. അങ്ങനെ ഷോൺ ജോർജ് ആണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി. ഏതാണ്? മാസപ്പടി കേസിലെ. അങ്ങനെ നിരന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അത്തരമൊരു ആരോപണം, ആക്ഷേപം ഉന്നയിച്ച് കോടതിയിലെത്തിയ ഷോൺ ജോർജിന്റെ പിതാവിനോട് സർക്കാർ ആനുകൂല്യം കാട്ടുന്നു എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. അല്ല, ഷോൺ ജോർജിന്റെ കേസിലും ഷോൺ ജോർജ് മാസപ്പടി കേസിലും അതല്ലെങ്കിൽ പിന്നെ പി സി ജോർജിന്റെ കേസിലും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫാക്ടർ എന്താ? BJPയുടെ നിലപാടെന്താ? മാസപ്പടി കേസിൽ BJPയുടെ പിന്തുണ ഷോണിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ ഷോണിനും ഇല്ലല്ലോ, അല്ലെങ്കിൽ BJPക്ക് ഇല്ലല്ലോ. BJP ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ടോ? എവിടെയെങ്കിലും BJP അത് സംബന്ധിച്ച് അതിന്റെ അന്വേഷണം എന്തായി? അന്വേഷണം എവിടെ എത്തി? അതൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് പോയില്ലേ? അതൊക്കെ നിങ്ങൾ പറയുന്നതെല്ലാം മാസങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. അതെല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞു. അത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേന്ദ്ര അന്വേഷണം എവിടെ എത്തി? വീണയെ അറസ്റ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഷോൺ പറഞ്ഞിരുന്നല്ലോ, വീണയെ അറസ്റ്റ് ചെയ്യും, പിണറായി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലല്ലോ.
അപ്പോ അതൊക്കെ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കരിവന്നൂരുമായി അതല്ലെങ്കിൽ CPM ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയമാണ് അതിന് പുറകിലുള്ളത്. BJPയും CPM തമ്മിലുള്ള വലിയ ബന്ധമുണ്ടല്ലോ. അപ്പോ BJP ഫാസിസ്റ്റ് അല്ല, കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയല്ലേ AK സെന്ററിന്. അപ്പോ BJPക്ക് വേണ്ടി അനുകൂലമായ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് അല്ല എന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റിന് PC ജോർജ് വർഗീയവാദി അല്ല എന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും കാലതാമസമൊന്നുമില്ലല്ലോ.